പ്രോബബിലിറ്റി. എക്സ്പെരിമെൻറ്റ്, സാമ്പിൾ സ്പേസ് ആൻഡ് ഇവൻറ്റ്സ്. എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രോസസ്സാണ്. നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ്, ഒരു പ്രോസസ്സ്. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടോസിങ് എ കോയിൻ, റോളിങ് എ ഡൈ, അതൊക്കെ എന്താണ്? ഓരോ എക്സ്പെരിമെൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് ജനറേറ്റ് എ വെൽ ഡിഫൈൻഡ് ഔട്ട്കം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറേ ഔട്ട്കംസ്, ഒരു ഔട്ട്കം അതിന് കിട്ടും. അങ്ങനെ ഔട്ട്കം കിട്ടുന്ന ഏതൊരു എക്സ്പെരിമെൻറ്റിനെ, ഏതൊരു പ്രോസസ്സിനെയും നമ്മൾ എക്സ്പെരിമെൻറ്റ് എന്ന് പറയും. ഓക്കെ, അടുത്ത സാമ്പിൾ സ്പേസ്. ഇറ്റ് ഈസ് ദ അബ്സല്യൂട്ട് കളക്ഷൻ ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കം. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ പോസിബിൾ ഔട്ട്കം ആണുള്ളത്? ഹെഡ് വരാം, ടെയിൽ വരാം, അല്ലേ? അപ്പോൾ ഈ ഹെഡും ടെയിലും ഉള്ള ഇതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെ പോസിബിൾ ഔട്ട്കംസ് നമുക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് വരാം. ഓക്കെ, അടുത്തത് ആൻഡ് ഇവൻറ്റ് ഇസ് എ സ്പെസിഫിക് സബ്സെറ്റ് ഓഫ് ദ ഔട്ട്കം വിത്തിൻ ദ സാമ്പിൾ സ്പേസ്. അപ്പോൾ സാമ്പിൾ സ്പേസിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പെസിഫിക് സബ്സെറ്റിനെയാണ് നമ്മൾ ഇവൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അത് എന്താണ്? ഒരു ഇവൻ്റാണ്. ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി അതൊരു ഇവൻ്റാണ്. ഓക്കെ, അടുത്ത മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇഫ് ദേ കെ നോട്ട് ഒക്കർ അറ്റ് ദ എക്സാക്റ്റ് സെയിം ടൈം, അതായത് ഒരുമിച്ച് സംഭവിക്കാൻ പറ്റാത്ത രണ്ട് ഇവൻറ്റ്സിനെയാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുക. അതായത് ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെഡും ടെയിലും ഒരുമിച്ച് കിട്ടണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. ഒന്നില്ലെങ്കിൽ ഹെഡേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ടെയിലേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, കിട്ടില്ല. അപ്പോൾ അതിനാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഒക്കറൻസ് ഓഫ് വൺ ഇവൻറ്റ് ഹാസ് സീറോ മാത്തമാറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഓൺ ദ പ്രോബബിലിറ്റി ഓഫ് ദി അതർ ഇവൻറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കാർഡ് എടുക്കുന്ന സമയത്ത് ആ കാർഡ് ബ്ലാക്ക് ആവാനും കിങ് ആവാനും ഉള്ള പ്രോബബിലിറ്റി, ആ കാർഡ് ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റിയും ആ കാർഡ് കിങ് ആവാനുള്ള പ്രോബബിലിറ്റിയും, അപ്പോൾ ഇത് രണ്ടും വന്നൂടെ? ഇപ്പോൾ ബ്ലാക്ക് കാർഡിൽ ഒരു കിങ് വരാം. അപ്പോൾ അത് എന്ത് ഇവൻ്റാണ്? ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റാണ്. ഒന്നിൻ്റെ ഒക്കറൻസ് മറ്റേതിന് എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അടുത്തത് ഇനി ഇതിൻ്റെ കുറച്ച് മാത്തമാറ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പി ഓഫ് എ പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് എ, ദ ടോട്ടൽ ലൈക്ലിഹുഡ് ദാറ്റ് ഇവൻറ്റ് എ ഒക്കേഴ്സ് ബൗണ്ടഡ് സ്ട്രിക്ട്ലി ബിറ്റ്വീൻ 0 and 1. അതായത് ഏതൊരു കാര്യത്തിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാലും അത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കും. 0നേക്കാട്ടിലും താഴെയും പോവില്ല, അതേപോലെ 1നേക്കാട്ടിലും മേലേക്കും പോവില്ല എന്നാണ് പറയുന്നത്. അതായത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് ഉണ്ടാവുള്ളൂ. അടുത്തത് എ യൂണിയൻ ബി. A union B. The event that A occurs or B occurs or both occur represent the combination of set. അത് ഒന്നില്ലെങ്കിൽ ഇവൻറ്റ് A or ഇവൻറ്റ് B or both. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ A യൂണിയൻ B ചെയ്യുക. എപ്പോഴാണ് A occurs or B occurs, A or B or both, അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത്. അടുത്ത എ ഇൻ്റർസെക്ഷൻ ബി. എന്താണ് എ ഇൻ്റർസെക്ഷൻ ബി? ദ ഇവൻറ്റ് ദാറ്റ് ബോത്ത് എ ആൻഡ് ബി ഒക്കർ സൈമിൾട്ടേനിയസ്ലി റെപ്രസെൻറ്റ്സ് ഓവർലാപ്പിംഗ് ഔട്ട്കം. എ ഇൻ്റർസെക്ഷൻ ബി എപ്പോഴാണ് വരിക വെച്ചാൽ ഇവൻറ്റ് എയും ബിയും ഒരുമിച്ച് നടക്കുന്ന സമയത്ത്, അതായത് എ ആൻഡ് ബി, ഇവൻറ്റ് എ ആൻഡ് ഇവൻറ്റ് ബി ഒക്കർ ചെയ്യുന്ന സമയത്താണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് വരിക. അടുത്ത എ കോംപ്ലിമെൻറ്റ് ഓർ എ പ്രൈമം. ദ ഇവൻറ്റ് ദാറ്റ് എ ഡസ് നോട്ട് ഒക്കർ, പി ഓഫ് എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. അപ്പോൾ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് നമ്മൾ എങ്ങനെ കാണുക? 1 മൈനസ് പി ഓഫ് എ ചെയ്ത് നമുക്ക് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് കിട്ടും. അടുത്ത് പി ഓഫ് എ ഗിവൺ ബി. പി ഓഫ് എ ഗിവൺ ബി കണ്ടീഷണൽ പ്രോബബിലിറ്റി. ദ പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് എ ഹാപ്പനിങ് ഗിവൺ ദാറ്റ് ഇവൻറ്റ് ബി ഹാസ് ഓൾറെഡി ഒക്കേർഡ്. ഇത് എപ്പോഴാണ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഓൾറെഡി ഒക്കർ ചെയ്തു, ബി എന്ന ഇവൻറ്റ് ഓൾറെഡി ഒക്കർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എ എന്നുള്ള പ്രോബബിലിറ്റി ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്നാണ് ചോദിക്കുന്നത്. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് പി ഓഫ് എ ഗിവൺ ബി നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. കുറച്ച് ഫോർമുലാസ്. ക്ലാസിക്കൽ പ്രോബബിലിറ്റി പി ഓഫ് എ, അതായത് ഒരു പ്രോബബിലിറ്റി കാണാനുള്ള ഫോർമുല എന്താ? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം. ഇവിടെ n ബൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം. ഇനി അഡീഷൻ റൂളാണ് പറഞ്ഞത്. പി ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ അഡീഷൻ തിയറിയാണിത്. പി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് എ യൂണിയൻ ബി എങ്ങനെ കാണുക? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി കണ്ടീഷണൽ പ്രോബബിലിറ്റി പി ഓഫ് എ ഗിവൺ ബി. എ ഗിവൺ ബി എപ്പോഴാണ് കാണുക? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. എന്താണ്? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. പിന്നെ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്, ബേസ് തിയറം. അത് നമുക്ക് പിന്നെ നോക്കാം. സ്റ്റേറ്റ് ദ ക്ലാസിക്കൽ അപ്രോച്ച് ടു പ്രോബബിലിറ്റി. The classical approach defines probability based on equally likely outcomes. Equally likely outcomes എന്ന് പറഞ്ഞാൽ എല്ലാ ഔട്ട്കത്തിനും ഈക്വൽ ചാൻസസ് ആണ് ഉണ്ടാവുക. If an event can occur in m mutually exclusive way out of
total an equally likely ways, then P of A equal to number of favorable outcomes by number of possible outcome. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോബബിലിറ്റി കാണാനുള്ള ഫോർമുലയാണ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം. വാട്ട് ഈസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി? സ്റ്റേറ്റ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ ഫോർമുല. Conditional probability is the probability of an event occurring given that another event has already occurred for two events A and B where P of B greater than A. എന്താണ് പറയുന്നത്? ഓൾറെഡി ഒരു ഇവൻറ്റ് അവിടെ ഒക്കർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഇവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, ടു ഇവൻറ്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇഫ് ദേ കൻ നോട്ട് ഹാപ്പൻ അറ്റ് ദ സെയിം ടൈം. ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഇഫ് ദ ഒക്കറൻസ് ഓഫ് വൺ ഇവൻറ്റ് ഡസ് നോട്ട് എഫക്ട് ദ പ്രോബബിലിറ്റി ഓഫ് ദ അതർ ഒക്കറിങ്. അടുത്ത പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ്. In an analytics firm, the probability that a manager uses a dashboard is 0.50. അപ്പോൾ ഇവൻറ്റ് എ ആണ് ഡാഷ്ബോർഡ് യൂസ് ചെയ്യുന്നത്. ഒരു മാനേജർ ഡാഷ്ബോർഡ് യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.50 ആണ് തന്നിട്ടുണ്ട്. ദ പ്രോബബിലിറ്റി ദേ യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ഈസ് 0.40. ഇവൻ ബി സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതാണ്, അതിൻ്റെ പ്രോബബിലിറ്റി 0.40 ആണ്. ആൻഡ് ദ പ്രോബബിലിറ്റി ദേ യൂസ് ബോത്ത് ഈസ് 0.15. ഇത് രണ്ടും യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.15 ആണ്. Find the probability that a randomly chosen manager uses a dashboard software or both. അപ്പോൾ എന്താണ്? ഒന്നില്ലെങ്കിൽ ഡാഷ്ബോർഡ് യൂസ് ചെയ്യുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഇത് രണ്ടും യൂസ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഇങ്ങനെ ഒരാൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ചൂസ് ചെയ്യുന്ന ഒരു മാനേജർ ഒന്നില്ലെങ്കിൽ ഡാഷ്ബോർഡ് യൂസ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ രണ്ടും യൂസ് ചെയ്യുന്ന ആളായിരിക്കാം എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? പി ഓഫ് എ യൂണിയൻ ബി. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, പി ഓഫ് എ യൂണിയൻ ബി, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് ഇതിൻ്റെ ഫോർമുല. പി ഓഫ് എ 0.50, പി ഓഫ് ബി 0.40, പിന്നെ ബോത്തിൻ്റെയാണ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ 0.15. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0.50 പ്ലസ് 0.40 മൈനസ് 0.15, അതായത് 0.75. അപ്പോൾ 0.75 ആണ് പ്രോബബിലിറ്റി. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ദർ ഈസ് എ 75% ചാൻസ്, അതായത് 0.75 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്തിലേക്ക് കിട്ടും? പെർസെൻറ്റേജിലേക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ആണ് ദർ ഈസ് എ 75% ചാൻസ് ദാറ്റ് എ മാനേജർ യൂസസ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടൂൾസ്. ഏതെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്യുന്ന ആളാവാൻ 75% ചാൻസ് ആണുള്ളത് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് 150 items produced in a factory shift 15 are found to be defective. 15 അതിൽ എന്താണ്? ഡിഫക്റ്റീവ് ആണ്. ഇഫ് 2 items are selected one after another without replacement. അപ്പോൾ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം അതിൽ നിന്ന് എടുത്തിട്ട് അത് നമ്മൾ തിരിച്ച് അതിലേക്ക് തന്നെ വെച്ചില്ല. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ആ ഒരെണ്ണം മാറ്റി വെച്ചു, പിന്നെ നമ്മൾ രണ്ടാമത്തെ ഒരെണ്ണം എടുക്കണം. അപ്പോൾ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ നമ്മൾ എടുത്ത സാധനം അതിലേക്ക് തന്നെ തിരിച്ച് വെച്ചിട്ടില്ല എന്നാണ് മീൻ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ബോത്ത് ഐറ്റം സെലക്റ്റഡ് ആർ ഡിഫക്റ്റീവ്? അത് നമ്മൾ സെലക്ട് ചെയ്ത രണ്ട് ഐറ്റവും ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ലെറ്റ് D1 ബി ദ ഇവൻറ്റ് ദാറ്റ് ദ ഫസ്റ്റ് ഐറ്റം ഈസ് ഡിഫക്റ്റീവ്. നമ്മൾ ആദ്യം എടുക്കുന്ന ഐറ്റം ഡിഫക്റ്റീവ് ആവാനുള്ള ഇത് നമുക്ക് ഇവൻറ്റ് നമുക്ക് D1 കൊടുക്കാം, രണ്ടാമത്തത് ഡിഫക്റ്റീവ് ആവാനുള്ളത് D2 എന്നും കൊടുക്കാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഐറ്റം ബീയിങ് ഡിഫക്റ്റീവ്, അപ്പോൾ ആദ്യത്തെ ഐറ്റം ഡിഫക്റ്റീവ് ആവാൻ പ്രോബബിലിറ്റി ഓഫ് D1 അതായത് 15 ടോട്ടൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ളത് അല്ലേ. ടോട്ടൽ എത്ര ഉണ്ട്? 150 ഉണ്ട്, അതിൽ 15 ഡിഫക്റ്റീവ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം എന്ന് പറയുമ്പോൾ 15/150. ഫേവറബിൾ ഇവിടെ എത്രയാണ്? 15 ആണ് അല്ലേ. 15 ഡിഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ 15/150, അപ്പോൾ 0.10 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ, സിൻസ് ദ സെലക്ഷൻ ഇസ് ഡൺ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. നമ്മളിവിടെ റീപ്ലേസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ ഇല്ല, നമ്മൾ എടുത്തത് മാറ്റി വെച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കി 149 പ്രൊഡക്റ്റ് അല്ലേ ഉള്ളൂ. കാരണം നമ്മൾ ഒരു ഡിഫക്റ്റീവ് ഉള്ളത് മാറ്റി വെച്ചല്ലോ, നമ്മൾ എടുത്തിട്ട് ഒരു ഡിഫക്റ്റീവ് ഉള്ളത് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ 149 എണ്ണെങ്കിൽ ബാക്കിയുള്ളൂ. ആൻഡ് ദ നമ്പർ ഓഫ് റിമൈനിങ് ഡിഫക്റ്റീവ് ഐറ്റംസ് 14. അപ്പോൾ നമ്മൾ ഒരു ഡിഫക്റ്റീവ് എടുത്തിട്ടാണല്ലോ മാറ്റി വെച്ചത്, പിന്നെ നമ്മുടെ കയ്യിൽ 14 ഡിഫക്റ്റീവ് ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ദ സെക്കൻഡ് ബീയിങ് ഡിഫക്റ്റീവ് എന്താ വരിക? ഓൾറെഡി നമ്മൾ ഫസ്റ്റ് വൺ എടുത്ത് നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ ഇവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് വരിക. ഒരു ഇവൻറ്റ് ഓൾറെഡി ഒക്കെ ചെയ്തത്, ഇത് ഒരു ഡിഫക്റ്റീവ് ആയിട്ടെടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തത് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ല. അപ്പോൾ ഇവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. അപ്പോൾ പി ഓഫ് D2 ഗിവൺ D1 വരണം, D2 ഗിവൺ D1. അപ്പോൾ അതെന്ത് വരും? 14/145. കാരണം ഇവിടെ 14 ഡിഫക്റ്റീവ് ഐറ്റംസ് ആണുള്ളത്, ടോട്ടൽ 149 ഐറ്റംസ് ഉണ്ട്. പി ഓഫ് D2 ഗിവൺ D1 എന്ത് വരും? 14/149.
പിന്നെ ക്വസ്റ്റ്യനിൽ നമ്മുടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഇത് രണ്ടും വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദേ ബോത്ത് ഐറ്റംസ് ആർ ഡിഫക്റ്റീവ്, രണ്ട് ഐറ്റം ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഏത് തിയറം യൂസ് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ തിയറം. കാരണം രണ്ടും എന്താവാനാണ് ചോദിച്ചിരിക്കുന്നത്? രണ്ടും ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് D1 ഇൻ്റർസെക്ഷൻ D2, പി ഓഫ് D1 ഇൻ്റർസെക്ഷൻ D2 വരും. അതായത് പി ഓഫ് D1 ഇൻറ്റു പി ഓഫ് D2 ഗിവൺ D1 ഇങ്ങനെ വരും. പി ഓഫ് D1 ഇൻറ്റു പി ഓഫ് D2 ഗിവൺ D1, അതായത് 15/150 ഇൻറ്റു 14/149. അപ്പോൾ എന്ത് കിട്ടും? അതായത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലിക്കേഷൻ തിയറം. കാരണം ഇത് രണ്ടും എന്താവാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്? രണ്ടും ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ പി ഓഫ് D1 ഇൻ്റർസെക്ഷൻ D2, അതായത് പി ഓഫ് D1 ഇൻറ്റു പി ഓഫ് D1 ഗിവൺ D2 ഗിവൺ D1. അപ്പം 15/150 ഇൻറ്റു 14/149. അപ്പോൾ എന്ത് കിട്ടും? 0.0094%. 0.0094 നമുക്ക് പ്രോബബിലിറ്റി 0.0094 വരും, അല്ലെങ്കിൽ 0.94%. അപ്പോൾ നമുക്ക് 0.94% എന്തുള്ളത്? രണ്ടും ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉള്ളൂ എന്നാണ് പറയുന്നത്. A consumer behavior study records 200 regular shoppers classified by gender and their preferred payment method, digital wallet versus cash or card. The cross-tabulated contingency table is given below. Male digital wallet 70, cash or card 50, total 120. Female 60, 20, 80, total 130. ഇവരുടെ ടോട്ടലാണ് 130, 70, 200. Okay. Based on this data, calculate the joint probability that a shopper is male and prefers digital wallets. ഒരു ഷോപ്പിംഗ് ചെയ്യുന്ന ആൾ മെയിൽ ആവാനും ആൻഡ് ഹി പ്രിഫേഴ്സ് ഡിജിറ്റൽ വാലറ്റ്. അപ്പോൾ ഇതിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൾ മെയിലും അതേപോലെ ആ ആൾ ഡിജിറ്റൽ വാലറ്റും യൂസ് ചെയ്യുന്ന ആളും ആയിരിക്കണം, അങ്ങനെ ആവാനുള്ള പ്രോബബിലിറ്റി. രണ്ടാമത്തെ ദ മാർജിനൽ പ്രോബബിലിറ്റി ദാറ്റ് ഷോപ്പർ ഇസ് ഫീമെയിൽ. ഒരു ഷോപ്പർ ആ സ്ത്രീ ഫീമെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി. The conditional probability that a shopper prefers a digital wallet given the shopper is female. ഇപ്പോൾ ഫീമെയിൽ ഷോപ്പർ ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ വാലറ്റ് യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അങ്ങനെ 3 കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ജോയിൻറ്റ് പ്രോബബിലിറ്റി ആണ് അല്ലേ. ജോയിൻറ്റ് പ്രോബബിലിറ്റി പറയുമ്പോൾ നമ്മളിവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? ഇൻ്റർസെക്ഷൻ. അതായത് ആൾ മെയിലും ആവണം, ഡിജിറ്റൽ വാലറ്റ് യൂസ് ചെയ്യുന്ന ആളും ആവണം, രണ്ടും ആവണം. അപ്പോൾ മെയിൽ ആൻഡ് യൂസിങ് ഡിജിറ്റൽ വാലറ്റ്. അപ്പോൾ ആൻഡ് നെല്ലി വരും. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? പി ഓഫ് എം ഇൻ്റർസെക്ഷൻ, അത് മെയിൽ ഇൻ്റർസെക്ഷൻ ഡിജിറ്റൽ വാലറ്റ്, അതാണ് പി ഓഫ് എം ഇൻ്റർസെക്ഷൻ W കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർസെക്ഷൻ ഓഫ് മെയിൽ ആൻഡ് ഡിജിറ്റൽ വാലറ്റ് വിച്ച് ഈസ് 70, ടോട്ടൽ സാമ്പിൾ സൈസ് ഈസ് 200. അപ്പോൾ എത്രയാണ്? 70 മെയിൽസ് ആണ് ഡിജിറ്റൽ വാലറ്റ് യൂസ് ചെയ്യുന്നത് അല്ലേ. 70 മെയിൽസ് ആണ് ഡിജിറ്റൽ വാലറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 70 ബൈ ടോട്ടൽ എത്ര മെയിൽസ് ഉണ്ട്? 120 മെയിൽസ് ഉണ്ട്. അപ്പോൾ 120 മെയിൽസിൽ 70 മെയിൽസ് ആണ് ഡിജിറ്റൽ വാലറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 70 ബൈ എന്ത് വരും? 120 ബട്ട് 200 വരുന്നത്. കാരണം ഇവിടെ നമ്മൾ ഡിജിറ്റൽ വാലറ്റ് യൂസ് ചെയ്യുന്ന മെയിലിൻ്റെയാണ് കാണുന്നത്. അപ്പോൾ ടോട്ടൽ മെയിലും ഫീമെയിലും പാടെ ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ടോട്ടൽ എത്ര ഷോപ്പർ ഉണ്ട്? 200 ഷോപ്പേഴ്സാണ് ടോട്ടൽ ഉള്ളത് അല്ലേ. അപ്പോൾ മെയിലിൻ്റെ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 120 എഴുതാം. പക്ഷേ ടോട്ടൽ ഷോപ്പർ 200 ഉണ്ട്. അപ്പോൾ അതിൽ ഡിജിറ്റൽ വാലറ്റ് യൂസ് ചെയ്യുന്ന ആൾ, അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മെയിലും ഡിജിറ്റൽ വാലറ്റും ടോട്ടൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ടോട്ടൽ ഷോപ്പറിൽ മെയിലും ഡിജിറ്റൽ വാലറ്റും യൂസ് ചെയ്യുന്ന ആളുടെ ജോയിൻറ്റ് പ്രോബബിലിറ്റി കാണാനാണ്. അപ്പോൾ നമുക്ക് 70/200 എടുക്കണം, അതായത് 0.35, 35%. അടുത്ത രണ്ടാമത്തത് മാർജിനൽ പ്രോബബിലിറ്റി. അതെന്താ പറഞ്ഞിരിക്കുന്നത്? ഫീമെയിൽ ഷോപ്പർ ആവാനുള്ള പ്രോബബിലിറ്റി. ടോട്ടൽ 200 ഷോപ്പേഴ്സ് ഉണ്ട്, അതിൽ എത്ര ഫീമെയിൽസ് ഉണ്ട്? 80 ഫീമെയിൽസ് ഉണ്ട്. അപ്പോൾ ഫീമെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി എന്താ? പി ഓഫ് എഫ് ഈക്വൽ ടു 80/200, 0.40 അല്ലെങ്കിൽ 40%. അടുത്ത കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ചോദിച്ചിരിക്കുന്നത്? അതായത് ഫീമെയിൽ ആണ് എന്നുണ്ടെങ്കിൽ ആ ആൾ ഡിജിറ്റൽ വാലറ്റ് യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് W ഗിവൺ എഫ്, അതായത് പി ഓഫ് ഡിജിറ്റൽ വാലറ്റ് ഗിവൺ ഫീമെയിൽ. അപ്പോൾ ഫീമെയിൽ ആണ് തന്നിട്ടുണ്ട്, അപ്പോൾ ഡിജിറ്റൽ വാലറ്റ് യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? പി ഓഫ് ഫീമെയിൽ ഇൻ്റർസെക്ഷൻ
ഡിജിറ്റൽ വാലറ്റ് ബൈ പി ഓഫ് ഫീമെയിൽ. എന്താണ് പി ഓഫ് ഫീമെയിൽ ഇൻ്റർസെക്ഷൻ ഡിജിറ്റൽ വാലറ്റ് ബൈ പി ഓഫ് ഫീമെയിൽ. എത്രയാണ് ഫീമെയിൽ ഇൻ്റർസെക്ഷൻ ഡിജിറ്റൽ വാലറ്റ് എത്ര വരും? 60/200. 60 വിമൺ 60 ഫീമെയിൽസ് ആണ് ഡിജിറ്റൽ വാലറ്റ് യൂസ് ചെയ്യുന്നത്. ടോട്ടൽ എത്ര ഉണ്ട് ഷോപ്പേഴ്സ്? 200. അപ്പോൾ 60/200 ഡിവൈഡഡ് ബൈ 80/200. പി ഓഫ് 8 എന്താണ്? പി ഓഫ് എഫ് എന്താണ്? 80/200. അപ്പോൾ 60/200 ബൈ 80/200 എന്ത് കിട്ടും? 60/80, 0.75 അല്ലെങ്കിൽ 75%. ഈ ക്വസ്റ്റ്യനിലാണ് ബേസ് തിയറം നോക്കുന്നത്. ഓക്കെ. An e-commerce platform receives product deliveries from 3 logistics vendors X, Y and Z, which handle 40%, 35% and 25% of total orders respectively. Past records show the delay rates of these vendors are vendor X 3%, vendor Y 2%, vendor Z 4%. A random order is pulled from customer complaints and is found to be delayed. What is the probability that this delayed order was delivered by vendor X? അപ്പോൾ എന്താ പറയുന്നത്? ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ 3 വെൻഡേഴ്സാണുള്ളത് ലോജിസ്റ്റിക്സ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞിട്ട്. അതിൽ എക്സ് 40% ഡെലിവറിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഓർഡേഴ്സാണ് ഹാൻഡിൽ ചെയ്യുന്നത്. വൈ 35%, സെഡ് 25%ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിൽ ഇവർ 3 പേരും ഡിലേ വരുത്തുന്നുണ്ട്. അപ്പോൾ എക്സ് ഡിലേ വരുത്താനുള്ള പ്രോബബിലിറ്റി 3% ആണ്, വൈ ഡിലേ വരുത്താനുള്ള പ്രോബബിലിറ്റി 2% ആണ്, സെഡ് ഡിലേ വരുത്താനുള്ള പ്രോബബിലിറ്റി 4% ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്. ഒരു കംപ്ലയിൻറ്റ് അവർക്ക് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡിലേ ചെയ്തത് എക്സിൻ്റെ ഇതെന്നാണ്, വെൻഡർ എക്സ് ആവാനുള്ള പ്രോബബിലിറ്റി, വെൻഡർ എക്സ് ഡെലിവറി ചെയ്ത പ്രൊഡക്റ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ്. വെൻഡർ എക്സ് ആണ് ഡിലേ ചെയ്തത് എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് എക്സ് 0.40, അത് 40%-നെ മാറ്റി നമ്മൾ നമ്പർക്ക് ആക്കും. അപ്പോൾ 40% എന്ന് പറയുമ്പോൾ 40/100 0.40. പി ഓഫ് വൈ 0.35, പി ഓഫ് സെഡ് 0.25. ഓക്കെ. ഇനി ഡിഫൈൻ ലൈക്ലിഹുഡ്സ് ഓഫ് ആൻ ഓർഡർ ബീയിങ് ഡിലേഡ്, ഡിലേ ആവാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ പി ഓഫ് ഡി ബൈ എക്സ്, അതായത് എക്സ് ഡെലിവറി ചെയ്ത, ഇവിടെ പി ഓഫ് ഡി ഗിവൺ എക്സ്, അതായത് എക്സ് ഡെലിവറി ചെയ്ത പ്രൊഡക്റ്റ് ഡിലേ ആവാനുള്ള പ്രോബിലിറ്റിയാണ് 0.30. വൈ ഡെലിവറി ചെയ്ത പ്രൊഡക്റ്റ് ഡിലേ ആവാനുള്ള പ്രോബിലിറ്റി 0.02. സെഡ് ഡെലിവറി ചെയ്ത പ്രൊഡക്റ്റ് ഡിലേ ആവാനുള്ള പ്രോബിലിറ്റി 0.04. ഇപ്പോൾ ശ്രദ്ധിക്കുക, പി ഓഫ് ഡി ഗിവൺ എക്സ്. അപ്പോൾ ഇവിടെ എപ്പോഴാണ് നമ്മൾ ഡി ഗിവൺ എക്സ് യൂസ് ചെയ്യാം? ഓൾറെഡി എക്സ് എന്നുള്ള ഇവൻറ്റ് ഒക്കെ ആവുന്നുണ്ട്, അതായത് എക്സ് ഓൾറെഡി ഹാപ്പൻഡ് എന്ന് പറയുന്നുണ്ട്. അതായത് വെൻഡർ എക്സ് ഡെലിവറി ചെയ്ത പ്രൊഡക്റ്റ് ഡിലേ ആവാനുള്ള പെർസെൻറ്റേജ് ആണ് 3% തന്നത്. അപ്പോൾ 3/100 0.03. അപ്പോൾ പി ഓഫ് ഡി ഗിവൺ എക്സ് 0.03, പി ഓഫ് ഡി ഗിവൺ ബൈ 0.02, പി ഓഫ് ഡി ഗിവൺ സെഡ് 0.04. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ടോട്ടൽ പ്രോബബിലിറ്റി ഓഫ് ഡിലേഡ് ഓർഡർ. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. ഡിലേയുടെ ടോട്ടൽ ഡിലേ ആയത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ പി ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് ഡി ബൈ എക്സ് പ്ലസ് പി ഓഫ് വൈ ഇൻറ്റു പി ഓഫ് ഡി ബൈ വൈ പ്ലസ് പി ഓഫ് സെഡ് ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ സെഡ്. അപ്പോൾ ഗിവൺ എന്നാണ് നമ്മൾ ശരിക്കും പറയാം കേട്ടോ. പി ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ എക്സ് പ്ലസ് പി ഓഫ് വൈ ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ വൈ പ്ലസ് പി ഓഫ് സെഡ് ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ സെഡ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഡിലേ ആയതിൻ്റെ പ്രോബബിലിറ്റിയാണ് കാണുന്നത്. അപ്പോൾ 0.40 ഇൻറ്റു 0.03 പ്ലസ് 0.35 ഇൻറ്റു 0.02 പ്ലസ് 0.25 ഇൻറ്റു 0.04. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് ആൻസർ? 0.029 എന്ന് കിട്ടി പ്രോബബിലിറ്റി. ടോട്ടൽ ഡിലേ ആവാനുള്ള പ്രോബബിലിറ്റി 0.029 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബേസ് തിയറം അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫോർമുലയാണ് പി ഓഫ് എക്സ് ഗിവൺ ഡി, അതായത് ഡിലേ ആയി. ഇവിടെ നമുക്ക് പി ഓഫ് എക്സ് ഗിവൺ ഡി ആണ് കാണേണ്ടത്. അതായത് ഓൾറെഡി ഡിലേ ആയിട്ടുണ്ട്, നമുക്ക് ഗിവൺ തന്നിട്ടുണ്ട് എന്ത് ഡിലേ ആയിട്ടുണ്ടെന്ന്. അത് ഡിലേ ആയത് എക്സ് ചെയ്ത ഡെലിവറി ആണ് എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് എക്സ് ഗിവൺ ഡി ആണ് കാണേണ്ടത്. അതെങ്ങനെ കാണുക? പി ഓഫ് ഡി ഗിവൺ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ബൈ പി ഓഫ് ഡി. എന്താണ്? പി ഓഫ് എക്സ് ഗിവൺ ഡി ഈക്വൽ ടു, അപ്പോൾ അതായത് ഫോർമുല എങ്ങനെ വരും? പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് ബി ഗിവൺ എ ഇൻറ്റു പി ഓഫ് എ ബൈ പി ഓഫ് ബി. അങ്ങനെയാണ് നമ്മളുടെ ഫോർമുല വരിക. അപ്പോൾ ഇവിടെ പി ഓഫ് എക്സ് ഗിവൺ ഡി ഈക്വൽ ടു പി ഓഫ് ഡി ഗിവൺ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ് ബൈ പി ഓഫ് ഡി. അപ്പോൾ 0.12 ബൈ 0.029 എന്ന് വരും പി ഓഫ് എക്സ് ഗിവൺ ഡി.
അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 41.38%. 41.38% എന്ന് കിട്ടും. 0.4138, അത് 41.38%. അപ്പോൾ വെൻഡർ എക്സ് ഡെലിവറി ചെയ്തത് ഡിലേ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 41.38%.